മരടിൽ സുപ്രീം കോടതി വിധി നടപ്പായി. 4 അനധികൃത ഫ്ളാറ്റുകളും വിജയകരമായി അപായങ്ങളൊന്നുമില്ലാതെ പൊളിച്ചു നീക്കി. അവസാന ഫ്ളാറ്റായ ഗോൾഡൻ കായലോരം ഉച്ചയ്ക്ക് 2:30 നിലംപൊത്തി. 16 നിലകളുള്ള ഗോൾഡൻ കായലോരം 5 സെക്കൻഡിൽ നിലംപതിച്ചു. 4 സ്ഫോടനങ്ങളും പൂർണ്ണ വിജയമായതോടെ ആശ്വാസത്തോടെയാണ് അധികൃതർ. സ്ഫോടനങ്ങൾ പൂർണ്ണ വിജയമായതിൽ ജില്ലാ ഭരണകൂടവും പോലീസും അഗ്നിരക്ഷാസേനയും സംതൃപ്തി രേഖപ്പെടുത്തി. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൗത്യമാണ് വിജയകരമായി അവസാനിച്ചത്. 5 ഫ്ളാറ്റുകളും എങ്ങനെ പൊളിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ ചേർത്ത് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട്. തീരപരിപാലന നിയമം ലംഘിച്ച് മരടിൽ നിർമ്മിച്ച 4 ഫ്ളാറ്റുകളും മണ്ണടിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി തന്നെ തകർന്നത് ഹോളി ഫെയ്ത്ത്, പിന്നീട് ആൽഫാസറിൻ 2 ടവറുകളാണ് ഉണ്ടായിരുന്നത്. ജെയിൻ, അതോടൊപ്പം ഗോൾഡൻ കായലോരം. ഹോളി ഫെയ്ത്ത് H2O ഇക്കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ഫ്ളാറ്റുകളിൽ ഒന്നായിരുന്നു. 19 നിലകളാണ് ഹോളി ഫെയ്ത്തിന് ഉണ്ടായിരുന്നത്. 90 അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഈ 90 അപ്പാർട്ട്മെൻറ്റുകളുള്ള ഈ കെട്ടിടത്തിൻ്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 50 മീറ്റർ ആയിരുന്നു. ഈ കെട്ടിടം തകർത്തത് ഏതാണ്ട് 37 മുതൽ 46 ഡിഗ്രി വരെ ചരിച്ച്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 212 കിലോ സ്ഫോടക വസ്തുക്കളാണ്. ഇതിനുവേണ്ടി ചെലവഴിച്ചതാകട്ടെ ഏതാണ്ട് 64 ലക്ഷം രൂപയും. ഇങ്ങനെയാണ് ഹോളി ഫെയ്ത്ത് നിലംപതിക്കുന്നത്. ഹോളി ഫെയ്ത്തിന് ശേഷം ആൽഫാസറിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരട്ട ടവറാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 50 മീറ്ററോളം വരും. 16 നിലകൾ, 73 അപ്പാർട്ട്മെൻറ്റുകൾ. ഈ കെട്ടിടങ്ങളിൽ, പൊളിച്ച കെട്ടിടങ്ങളിൽ ഏറ്റവും സവിശേഷമായി തകർക്കേണ്ടി വന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് ആൽഫ എന്ന് പറയുന്നത്. കാരണം അത് ട്വിൻ ടവർ ആയതുകൊണ്ട് തന്നെ. 61 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചെലവെന്ന് പറയുന്നത്. ഏതാണ്ട് 21,400 ടൺ മാലിന്യമാണ് ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ആൽഫാസറിൻ തകരുന്നത്. രണ്ടാം ദിവസത്തിൻ്റെ തുടക്കം ജെയിൻ കോറൽ കോവിലാണ്. ജെയിൻ കോറൽ കോവ് പറഞ്ഞതിനേക്കാൾ അല്പം വൈകിയാണ് പൊളിച്ചത് എങ്കിൽ പോലും ഇത് ഈ തകർത്തതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. മാത്രമല്ല ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്നതും ജെയിൻ കോറൽ കോവിൽ തന്നെയാണ്. 51 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. 125 അപ്പാർട്ട്മെൻറ്റുകൾ ഇതിലുണ്ടായിരുന്നു. 16 നിലകളാണ് ജെയിൻ കോറൽ കോവിൽ ഉണ്ടായിരുന്നത്. ജെയിൻ കോറൽ കോവ് തകരുന്നത്, ഇത്രയും വലിയ കെട്ടിടം നമ്മൾ കാണുമ്പോൾ ഇത് തകരുന്നത് നോക്കുക. വെറും 9 സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് ജെയിൻ കോറൽ കോവ് നിലം പൊത്തുന്നത്. രണ്ട് സ്ട്രക്ചറായിരുന്നു ഗോൾഡൻ കായലോരം എന്ന് പറയുന്നത്. ഇതിന് 16 നിലകളാണ് ഉണ്ടായിരുന്നത്, 40 അപ്പാർട്ട്മെൻറ്റുകൾ, 50 മീറ്റർ ഉയരം. ഇതായിരുന്നു ഗോൾഡൻ കായലോരത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. കായലിൻ്റെ 2 വശത്തും കായലുണ്ട്. ആ കായലിലേക്ക് വീഴാതെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഗോൾഡൻ കായലോരം മണ്ണോട് മണ്ണടി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ് അടുത്ത നടപടി എന്ന് പറയുന്നത്. അതേസമയം തന്നെ മറ്റ് പലതും കാപ്പിക്കോ അടക്കമുള്ള വിവാദങ്ങൾ ഇക്കൂട്ടത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും കായൽ കയ്യേറ്റക്കാർക്ക്, തീരപരിപാലന നിയമം ലംഘിക്കുന്നവർക്ക് ഈ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. 4 ഫ്ളാറ്റുകളുടെയും പൊളിക്കൽ പദ്ധതി കൃത്യമായാണ് നടന്നതെന്ന് സ്ഫോടന വിദഗ്ധൻ SB സർവാദെ. എവിടെയും കാര്യമായ നാശനഷ്ടമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. It is the most safest demolition that we have done. There is no damage to your Anganwadi, there is no damage to anything. This building was also very close by, we have seen to it. Now a little your boundary wall and all that, because this is all to be removed. Even the boundary wall will also be removed when we clean everything. That's a very minor part, na? Nothing major has happened. It is a very safe demolition.
മരടിൽ വിജയകരമായി പൂർത്തീകരിച്ചത് 3 മാസം മുൻപ് ആരംഭിച്ച കർമ്മ പദ്ധതിയെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ്. വിവിധ വകുപ്പുകൾ യോജിച്ച് മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. മാലിന്യങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും കളക്ടർ പറഞ്ഞു. മരടിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് നടപ്പായിരിക്കുന്നത്. 4 കെട്ടിടങ്ങളും കൃത്യമായി തന്നെ നിലം പതിച്ചു. തുടക്കം മുതലേയുള്ള ഒരു കർമ്മ പദ്ധതിയുടെ വിജയം തന്നെയാണ് നമുക്കിന്ന് മരടിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ കളക്ടർ എസ് സുഹാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, കൃത്യമായി 4 കെട്ടിടങ്ങളും വിജയകരമായി തന്നെ നമുക്ക് നിലം പതിപ്പിച്ചു. എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനങ്ങൾ? മെയിൻലി ഒരു ടീം എഫേർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ നോഡൽ ഓഫീസർ സ്നെയിൽ, ಮತ್ತೆ ജില്ലാ പോലീസ് കമ്മീഷണർ വിജയ് സാക്രെ സർ, ಮತ್ತೆ നമ്മുടെ DMO, RTO, ഫയർഫോഴ്സ് എല്ലാവരും ನಾವು ಕೂಡ ವರ್ಕ್ ചെയ്തതാണ്. ಮತ್ತು ಇದು ഒരു ദിവസത്തിൻ്റെയോ 2 ദിവസത്തിൻ്റെ പ്ലാനിംഗ് അല്ല. ഒരു 3 മാസം മുന്നേ ഇത് റെഗുലറായിട്ട് മീറ്റിംഗ്സ് ನಾವು ಕಂಡಕ್ಟ್ ചെയ്തിട്ട് ಮತ್ತು ടെക്നിക്കൽ കമ്മിറ്റീൻ്റെ ഇൻപുട്സ് കൂടെ ನಾವು DDML കൺസിഡർ ചെയ്തിട്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ನಾವು ശ്രമിച്ചത്. സോ മെയിൻലി നമുക്ക് അവിടെ ഉള്ള നാട്ടുകാർക്ക് പരിസരവാസികളുടെ എല്ലാ സഹകരണം 144 CRPC ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സമയത്തിൽ ಮತ್ತು ട്രാഫിക് ഡൈവേർഷൻ ചെയ്യാൻ സമയത്തിൽ എല്ലാം കിട്ടി. അതുക്കാണ് ഇത് ഒരു സക്സസ് ആയ ഒരു പ്രോസസ് ആയിരുന്നു. തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, ചലഞ്ച് നമുക്ക് മുന്നിലുണ്ടായിരുന്നു? ഒരു ബിൽഡിംഗ് വേറെ രീതിയിലാണ് ನಾವು ഡെമോളിഷ് ചെയ്തത്. സോ ഒരു ബിൽഡിങ്ങിൽ വേറെ വിവിധ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിൽ കായൽ ഇല്ലെങ്കിൽ വേറെ ബിൽഡിങ്ങോ ഇല്ലെങ്കിൽ അംഗൻവാടിയോ ഇല്ലെങ്കിൽ വീടുകളോ, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൽ വിവിധ ചാലഞ്ചസ് ആയിരുന്നു. സോ അത് ഒരു ഇൻറ്റൻസീവായ പ്ലാനിങ് ചെയ്ത ശേഷം ഇത് ക്ലിയറൻസ് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. സോ ഇതൊരു ടീം വർക്ക് ಮತ್ತು ഒരു കംപ്ലീറ്റ് പ്ലാനിംഗ് ആണ് ഇത് ഞാൻ പറയുന്നത്. ಮತ್ತು നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ಮತ್ತು സംസ്ഥാന ഏജൻസീസിൻ്റെ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ಮತ್ತು എല്ലാ രീതിയിൽ സഹകരണം കിട്ടി. അതാണ് റീസൺ നമുക്ക് ഇത് ഏറ്റവും ഒരു സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റത്. തുടക്കം മുതലേ തന്നെ പ്രദേശവാസികളുടെയൊക്കെ ഒരു ആശങ്ക കൊണ്ടുവന്നത് എങ്ങനെയാണ് സാർ അത് ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നത്? ಇದಕ್ಕೂ വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു. ജനപ്രതിനിധികൾ കൂടെ ഉണ്ടായിരുന്നു. ನಾವು സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ನಾವು ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവർക്ക് പ്രശ്നമില്ലാതെ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന്, ഇല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ല. സോ ആ ടെക്നിക്കൽ കമ്മിറ്റീൻ്റെ ഫൈൻഡിങ്സിൻ്റെ ശേഷം ജില്ലാ ഭരണം അത് സാറ്റിസ്ഫൈ ആയ ശേഷമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ അവരുടെ സഹായം ಮತ್ತು സഹകരണം ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റ ബുദ്ധിമുട്ടായിരുന്നു. സോ അവർക്ക് ഒരു കോൺഫിഡൻസ് എല്ലാം എടുത്തിട്ടാണ് നാം ഇത് ചെയ്തത്. പദ്ധതികളൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്യമായി ആ ഫ്ലാറ്റുകളിൽ ഓരോ കോമ്പൗണ്ട് വാളിനുള്ളിൽ തന്നെ അത് നിലംപതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിലേക്കുള്ളൊരു പ്ലാനിങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കകൾ ഉണ്ടായിരുന്നോ? അതെ ഞാൻ പറഞ്ഞത്, ഇത് 3 മാസത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ്. നമുക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻസ് ಮತ್ತು ಗೈಡ್ ಲೈನ್ಸ್ ഉള്ളിൽ തന്നെ ഒരു ഏജൻസിനെ സെലക്ട് ചെയ്യണത്, ಮತ್ತು അവരുടെ എക്സ്പെർട്ടൈസ് നോക്കിയിട്ട് അവരുടെ അഡ്വൈസ് എടുത്തിട്ട് ടെക്നിക്കൽ കമ്മിറ്റിയിൽ പാസ്സാക്കി DDML പാസ്സാക്കിയാണ് നാം ഇത് ഫൈനലൈസ് ചെയ്തതാണ്. സോ അത് വലിയ പ്രോസസ്സായിരുന്നു, ഒരു ഇൻഡെപ്ത് ആയ ഒരു പ്രോസസ്സായിരുന്നു. സോ ಮತ್ತು മെയിൻലി ഞാൻ പറഞ്ഞത് ഒരു ടീം വർക്കായിരുന്നു. എല്ലാ രീതിയിൽ എല്ലാവരും കൂടെ കൊണ്ടുപോയതാണ് ഒരു പ്രൊസീജിയറിൻ്റെ സക്സസ്. ഇനി ഇത് പൊളിച്ചതിന് ശേഷമുള്ള ഈ മാലിന്യങ്ങൾ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുക? അത്തരം പ്രവർത്തനങ്ങൾ എന്ന് മുതൽ ആരംഭിക്കും? ഇതിൻ്റെ ചുമതല മരട് മുനിസിപ്പാലിറ്റിക്കാണ്. അത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ നോഡൽ ഓഫീസർ ഓൾറെഡി അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഒരു ഏജൻസി ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ അത് റിമൂവ് ചെയ്യുമെന്ന് അവർ പറയാനുണ്ട്. ഇനി ശേഷിക്കുന്നത് മാലിന്യങ്ങൾ മാറ്റുക എന്നൊരു കർത്തവ്യമാണ്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് മരടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാമറാമാൻ ലിജു ചെറിയാനോടൊപ്പം വിനീത VG, ന്യൂസ് 18 കൊച്ചി. ഏറ്റവും കൃത്യതയോടെ നിലം പൊത്തിയത് ജെയിൻ കോറൽ കോവായിരുന്നു. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ഫ്ളാറ്റും കോറൽ കോവായിരുന്നു. കടുകിട പിഴവില്ലാത്ത കൃത്യത. പാർക്കിംഗ് ഏരിയയിലേക്ക് ചരിഞ്ഞ് പവിഴപ്പുറ്റുപോലെ ഒരു കോൺക്രീറ്റ് കൂന. മരട് പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ
ഏറ്റവും ഉയരമേറിയ ഒന്നായിരുന്നു ജെയിൻ കോറൽ. 51 മീറ്റർ ഉയരം, 17 നിലകൾ, 128 അപ്പാർട്ട്മെന്റുകൾ. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് കോറൽ കോവിനായിരുന്നു. ലാണ് ജെയിൻ കോറൽ കോവിന് നിർമ്മാണാനുമതി ലഭിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 1 ദശാബ്ദം തികയും മുമ്പ് എല്ലാം വീണ്ടും മണ്ണോട് ചേർന്നു. $372 കിലോ സ്ഫോടക വസ്തു, 2660 ദ്വാരങ്ങൾ, 86 ലക്ഷം രൂപ. ജെയിൻ കോറൽ കോവ് നിലംപൊത്താൻ പിന്നീട് വേണ്ടി വന്നത് 9 സെക്കൻഡിൽ താഴെ സമയം. ന്യൂസ് 18 കൊച്ചി. മരട് നഗരസഭയിൽ തീരദേശ നിയമം ലംഘിച്ച 4 ഫ്ളാറ്റുകളിലൊന്നായ ഗോൾഡൻ കായലോരമാണ് അവസാനമായി നിലംപൊത്തിയത്. നിശ്ചയിച്ചതിലും 26 മിനിറ്റ് വൈകിയാണ് ഗോൾഡൻ കായലോരത്ത് സ്ഫോടനം നടത്തിയത്. ഫ്ളാറ്റിന് സമീപത്തുണ്ടായിരുന്ന അങ്കനവാടിക്ക് ഒരു കേടുപാടും കൂടാതെയാണ് ഫ്ളാറ്റ് പൊളിച്ചത്. CN പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 17 നിലകളുണ്ടായിരുന്ന ഗോൾഡൻ കായലോരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അതായത് സ്ഫോടനം നടന്ന് കുറച്ച് നേരത്തിന് ശേഷം ഇവിടെ 17 നിലകളും 40 അപ്പാർട്ട്മെന്റുകളും പൂർണ്ണമായി നിലംപതിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമില്ലാതെ ഈ സ്ഫോടനം നടത്താൻ കഴിഞ്ഞു, നിയന്ത്രിത സ്ഫോടനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്പം പൊടിപടലങ്ങൾ ആ സമയത്ത് സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനും ഇപ്പോൾ ശമനമുണ്ടായിരിക്കുന്നു. അഗ്നിശമന സേനയുടെ ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘം എത്തി അതും പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഈ പൊടിപടലങ്ങൾ ഒപ്പം തന്നെ അവശിഷ്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 7100 ടൺ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ കണക്കൂട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നമുക്ക് നേരത്തെ അറിയാം 15 കിലോഗ്രാമിൽ താഴെയുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയത്. ഇതിൻ്റെ തൂണുകൾക്ക് മറ്റ് ഫ്ളാറ്റുകളെ അപേക്ഷിച്ച് ശക്തി കുറവായതുകൊണ്ടാണ് കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഈ കായലോരത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ നീങ്ങുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അത്തരത്തിലുള്ള ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അംഗൻവാടി 5 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. വലിയ മുതൽ മുടക്കുള്ള അംഗൻവാടിയല്ല എങ്കിൽ പോലും ആ അംഗൻവാടിക്ക് പോലും ഒരു പരിക്കേൽക്കരുത്, അതിൻ്റെ ചില്ലുകൾ പോലും പോറരുത് എന്ന ഒരു നിഷ്കർഷ ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. ആ സ്ഫോടനം നടത്തിയ കമ്പനികൾക്കുണ്ടായിരുന്നു. അത്രയ്ക്കും ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ ചില്ലുകൾക്ക് മാത്രമാണ് ചെറിയ തോതിൽ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടുള്ളത്. കെട്ടിടത്തിന് ഏതെങ്കിലും പ്രകമ്പനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അടിത്തറയ്ക്ക് കുലുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ 4 ഫ്ളാറ്റുകൾ പൊളിച്ചതും അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ച കൂടിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ യോഗ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ അത് പൊളിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത്. വാസസ്ഥലങ്ങളിലുള്ള വാസയോഗ്യമായിട്ടുള്ള ഫ്ളാറ്റുകൾ പൊളിക്കുന്ന ദൗത്യം നടപ്പാക്കുന്നത്. മരടിലെ ഫ്ളാറ്റുകൾ തകർന്നപ്പോൾ വേദനയോടെ ഉടമകൾ ഗോൾഡൻ കായലോര ഫ്ളാറ്റ് തകർന്നു വീഴുന്നത് കാണാൻ ഇതിന്റെ 14-ാം നിലയിൽ താമസിച്ചിരുന്ന നീറ്റ എത്തിയിരുന്നു. ഇവിടുത്തെ തന്നെ താമസക്കാരനായ ജോർജ് ദൃശ്യങ്ങൾ ടിവിയിൽ കണ്ട ശേഷം അവശിഷ്ടങ്ങൾ കാണാനും എത്തി. ഈ തകർച്ച നേരിട്ട് കണ്ടിരുന്നു? ടിവിയിൽ കൂടി കണ്ടിരുന്നു. നേരിട്ട് കണ്ടോ? ഞാൻ ബണ്ട് റോഡിൽ നിന്ന് നേരിട്ട് കണ്ടായിരുന്നു. ഇവിടെ എത്ര നിലയിലായിരുന്നു താമസം? 14th ഫ്ലോർ. എന്ത് തോന്നി അത് നേരിട്ട് കണ്ടപ്പോ? നമ്മളുടെ സ്വന്തം ശരീരം ഒടിഞ്ഞു വീഴുന്ന എന്ത് പ്രതീതി അതുമാതിരി. ആൾക്കാർ ഭയങ്കര കയ്യടിയും ഭയങ്കര സന്തോഷവും. അവരുടെ വീടല്ലല്ലോ, അപ്പൊ അവർക്ക് അതിന്റെ ആ വികാരം മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ നെഞ്ചാണ് തകർന്നത്. എത്ര നാൾ ഇവിടെ താമസിച്ചാണ്? 5 years. നേരിട്ട് കാണാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി? എനിക്ക് കാണണമായിരുന്നു. കാരണം ഞാനിവിടെ എല്ലാ 2 ദിവസം, ഞാനിപ്പോൾ വയറ്റിലെല്ലാം താമസിക്കണം, എല്ലാ 2 ദിവസം ഞാനിവിടെ വരും. കായലിന്റെ സൈഡിൽ കൂടെ നടക്കും, ഇതൊക്കെ വന്ന് കാണും. അപ്പൊ എനിക്കത് തകർന്ന് വീണ് അത് എന്റെ മനസ്സിൽ നിന്ന് ഫ്രീ ആക്കണമായിരുന്നു. ഐ ഹാഡ് ടു കം സീ. എന്തായിരുന്നു ആ സമയത്ത് ഒരു പ്രാർത്ഥന? ഇനി ആർക്കും ഇങ്ങനെ വരുത്തരുത് എന്നുള്ളതായിരുന്നു. ഞങ്ങളെ സഹിച്ചു. പക്ഷെ ഇവിടെ കുറേ ഇല്ലീഗൽ ഫ്ലാറ്റ്സ് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, അതൊക്കെ പൊളിക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോയ ആ ഒരു സ്റ്റേജിൽ കൂടെ ഇനിയും കുറേ ആൾക്കാർ
പോണ്ട വേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അത് വളരെ വിഷമമുള്ളൊരു. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൗത്യം നേരിയ പിഴവ് പോലുമില്ലാതെ പൂർത്തിയായതിന്റെ ആശ്വാസത്തിൽ കേരളം. പുളിക്കലേറ്റെടുത്ത കമ്പനികളുടെ പിഴവില്ലാത്ത ഒരുക്കങ്ങളാണ് പ്രധാന വിജയഘടകമായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും പൂർണ്ണ സഹകരണവും നിർണായകമായി. 6.5 ലക്ഷത്തിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 4 ഉഗ്രസ്ഫോടനങ്ങൾ. തവിടുപൊടിയായത് 4 കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ. അടുത്തുള്ള കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ പോറൽ പോലും ഏൽക്കില്ലെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. പക്ഷേ തൊട്ടുനിന്ന ചെറു വീടുകൾക്ക് പോലും കേടുപറ്റാതെ ദൗത്യം പൂർത്തിയായപ്പോൾ എല്ലാവർക്കും ആശ്വാസം. ഫസ്റ്റ് പൊട്ടിക്കുന്നു പറഞ്ഞപ്പോഴേക്കും പേടിയുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വീടിന് പക്ഷെ ഒരു കുഴപ്പമില്ല, നിറയെ പൊടിയാണ്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. പൊട്ടലോ പാടൊന്നും പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. ട്രാഫിക് നിയന്ത്രിക്കാൻ മാത്രം 300 പോലീസുകാർ, ജനങ്ങളെ ഒഴിപ്പിക്കാൻ 500 പോലീസുകാർ വേറെ, 14 യൂണിറ്റുകളിലായി 70 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളുമടക്കം 1500-ലേറെ മനുഷ്യരുടെ അർപ്പണബോധത്തിന്റെ കൂടി ഫലമാണ് വിജയകരമായ ദൗത്യം. നേരത്തെ 2 നിയന്ത്രിത സ്ഫോടനം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രദേശത്തെല്ലാവരുടെയും ഒരു ആശങ്ക കുറയുകയും ഇത് വളരെ അപകടരഹിതമായിട്ട് നടക്കും എന്നൊരു തോന്നലുണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. എഡിഫസിന്റെ ഉത്കർഷ് മേത്ത, ജെറ്റ് ഡിമോളിഷന്റെ ജോ ബ്രിങ്മാൻ, വിജയ് സ്റ്റീൽസിന്റെ ആനന്ദ് ശർമ്മ, സ്ഫോടന വിദഗ്ധരായ ശരത് ബി സർവാത്തെ, ഡോക്ടർ ആർ വേണുഗോപാൽ തുടങ്ങി അറിയപ്പെടുന്ന വിദഗ്ധരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം കൂടിയാണ് ദൗത്യത്തെ കുറ്റമറ്റതാക്കിയത്. 1 ലക്ഷത്തോളം ടൺ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കുകയെന്ന ജോലിയാണ് ഇനി ബാക്കി. അതിന് 2 മാസമെടുക്കും. തീരദേശ പരിപാലന നിയമം ലംഘിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഫ്ളാറ്റ് പൊളിച്ചു നീക്കിക്കൊണ്ട് നൽകുന്നത്. ഉണ്ടായിരുന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും കണ്ണൻ പ്രസന്നൊപ്പം CN പ്രകാശ്, ന്യൂസ് 18. മരടിലെ 3 ഫ്ളാറ്റുകൾ നിലം പതിച്ചത് ജെറ്റ് ഡെമോളിഷൻസ് എന്ന കമ്പനിയുടെ കൂടി നേതൃത്വത്തിലാണ്. സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ ചുറ്റുമതിലുള്ളിലേക്ക് തന്നെ നിലം പതിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ. ദൗത്യം പൂർണ്ണ വിജയമെന്ന് ജെറ്റ് ഡെമോളിഷൻ കമ്പനി CEO ജോ ബ്രിഗ്മൻ പറഞ്ഞു. മരടിൽ തീരദേശ നിയമം ലംഘിച്ച് പണിതുയർത്തിയ ഹോളി ഫെയ്ത്ത്, ഗോൾഡൻ കായലോരം, ജയൻ കോറൽ കോവ് എന്നീ കെട്ടിട സമുച്ചയങ്ങളാണ് എഡഫസുമായി ചേർന്ന് ജെറ്റ് ഡിമോളിഷൻസ് നിലം പതിപ്പിച്ചത്. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, ആവശ്യമായ ക്രമീകരണങ്ങൾ, ആശങ്കകൾ അവസാനിപ്പിച്ച് ഓരോ കെട്ടിടവും കൃത്യമായി ചുറ്റുമതിലിനുള്ളിലേക്ക് തന്നെ നിലം പതിച്ചു. പ്രതികൂല ഘടകങ്ങളെ തരണം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ഇംപ്ലോസീവ് ഡിമോളിഷൻ. മരടിലെ ദൗത്യം പൂർണ്ണ വിജയമെന്ന് ഫ്ളാറ്റ് പൊളിക്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജെറ്റ് ഡിമോളിഷൻ കമ്പനി CEO ജോ ബ്രിഗ്മാൻ. Well, we've had 3 quite successful implosions. Everything is on the ground. Everything is safe. ഇന്ത്യയിൽ ആദ്യമായാണ് ജെറ്റ് ഡിമോളിഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നിയന്ത്രിത സ്ഫോടനം നടത്തി കെട്ടിടങ്ങൾ പൊളിച്ചു വീഴ്ത്തുന്നത്. മരടിലെ കെട്ടിടങ്ങൾ നിലം പതിച്ചപ്പോൾ താരമായത് ദക്ഷിണാഫ്രിക്കൻ കമ്പനിയായ ജെറ്റ് ഡിമോളിഷ് കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം വിനീത VG, ന്യൂസ് 18. മരടിലെ 4 ഫ്ളാറ്റുകളും നിലംപൊത്തിയതോടെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ എങ്ങോട്ട് മാറ്റുമെന്നതാണ് പുതിയ പ്രതിസന്ധി. കരാർ ഏറ്റെടുത്ത കമ്പനി മാലിന്യങ്ങൾ അരൂർ പഞ്ചായത്തിലേക്ക് മാറ്റുമെന്ന് പറയുമ്പോൾ അത് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. അതേസമയം കോൺക്രീറ്റ് മാലിന്യം സമയബന്ധിതമായി നീക്കാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മരട് ചെയർപേഴ്സൺ TH നദീറ പറഞ്ഞു. മരടിലെ 4 ഫ്ളാറ്റുകളും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിലംപൊത്തിയപ്പോൾ 76,350 ടൺ കോൺക്രീറ്റ് മാലിന്യമാണുണ്ടായത്. ഇത് നീക്കം ചെയ്യാൻ പോംറ്റ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അരൂർ പഞ്ചായത്തിലെ ചന്ദരൂരിലേക്ക് മാലിന്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിർത്തിവച്ചിരിക്കുകയാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് അനുമതി നൽകില്ലെന്ന് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നമ്മ പറഞ്ഞു. നമുക്ക് അരൂര് ഇതുവരെ കൊണ്ടുവരുന്നതായോ അതിൻ്റെ ഒരു അനുമതിയോ അനുവാദമോ ഇന്നുവരെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല ആരും. നമ്മുടെ പ്രദേശത്തുള്ളവർ അങ്ങനെ വരുമെന്നുള്ളൊരു ആശങ്ക കൊണ്ട് പരിസരത്തുള്ളവർ നമുക്ക് പരാതി തന്നിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതേസമയം വേസ്റ്റ് സമയബന്ധിതമായി നീക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മരട് മുനിസിപ്പാലിറ്റി.
70 ദിവസത്തിനുള്ളിൽ മാറ്റാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെന്ന് മരട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു. തുടക്കം മുതലേ തന്നെ പൊളിക്കൽ അവശിഷ്ടങ്ങൾ ഒരു പ്രോംപ്റ്റ് എന്റർപ്രൈസസ് എന്നൊരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ മരട് നഗരസഭ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരിലൂടെ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ചന്തിരൂരിന് പുറമെ എഴുപുന്നയിലും മാലിന്യം നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കപ്പെടുമ്പോൾ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമപോരാട്ടമാണ് അവസാനിക്കുന്നത്. 2006 മുതൽ തുടങ്ങിയ നിയമലംഘനങ്ങളുടെയും നിയമപോരാട്ടത്തിന്റെയും നാൾ വഴി ഇനി ചരിത്രമാണ്. 2006 ഓഗസ്റ്റിലാണ് കൊച്ചിയിലെ മരട് ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ പ്രദേശത്ത് 4 ഫ്ളാറ്റുകളുടെ പണി തുടങ്ങിയത്. 2007 ഫ്ളാറ്റുകൾ പണിയുന്ന സ്ഥലം CRZ പരിധിയിൽ വരുന്നതാണെന്ന് പഞ്ചായത്ത് വിജിലൻസ് കണ്ടെത്തി. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനാൽ നിർമ്മാണാനുമതി റദ്ദാക്കാൻ 2007 മെയ് 15 സർക്കാർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ജൂൺ മാസം പഞ്ചായത്ത് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ ഫ്ളാറ്റ് ഉടമകൾ നേരെ ഹൈക്കോടതിയിലേക്ക്. 2007 ജൂലൈ 31 പഞ്ചായത്തിനോട് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് നടപടിയെടുക്കാതിരുന്നതോടെ നിർമ്മാതാക്കൾ വീണ്ടും പണി തുടങ്ങി. 2007 ഒക്ടോബറിൽ തീരദേശ പരിപാലന അതോറിറ്റി കേസിലെ 4ാം കക്ഷിയായി. 2010 മരട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി ഉയർത്തി. 2012 സെപ്റ്റംബർ 19 ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി. വിധിക്കെതിരെ മരട് മുനിസിപ്പാലിറ്റി വീണ്ടും ഹൈക്കോടതിയിലേക്ക്. 2015 നഗരസഭയുടെ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇതോടെ 2015 സെപ്റ്റംബറിൽ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് തീരദേശ പരിപാലന അതോറിറ്റി സുപ്രീം കോടതിയിലേക്ക്. 4 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിയമം ലംഘിച്ച പണിതുയർത്തിയ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ 2019 മെയ് 5 ജസ്റ്റിസ് അരുൺ മിശ്രയും നവീൻ സിൻഹയും ഉൾപ്പെട്ട ബെഞ്ചിന്റെ ചരിത്രവിധി. ഫ്ളാറ്റ് ഉടമകളുടെ പ്രതിഷേധവും രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനവും സർക്കാർ വിളിച്ച സർവകക്ഷി യോഗവും 5 മാസം കൊണ്ട് അവസാനിക്കുന്നു. 2019 ഒക്ടോബർ ആദ്യവാരത്തോടെ ഫ്ളാറ്റുകളിൽ നിന്ന് താമസക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് നിർമ്മാണ അനുമതി നൽകിയ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം നിരവധി പേർക്കെതിരെ കേസെടുത്ത അന്വേഷണം തുടരുന്നു. ഒക്ടോബർ 12 എഡിഫസ് എഞ്ചിനീയറിംഗിനും വിജയ സ്റ്റീൽസിനും ഫ്ളാറ്റുകൾ പൊളിക്കാൻ കരാർ നൽകി. ഡിസംബറോടെ സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ സമിതി 246 ഫ്ളാറ്റ് ഉടമകൾക്ക് ഇടക്കാല നഷ്ടപരിഹാരമായ 25 ലക്ഷം രൂപ വീതം നൽകാൻ ശുപാർശ ചെയ്തു. പിന്നെ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാനും ഫ്ളാറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനും തിരക്കിട്ട നീക്കങ്ങളായി. ഇപ്പോൾ സ്ഫോടനത്തോടെ നടപടികൾ പൂർണ്ണം. തീരദേശ പരിപാലന നിയമം സംബന്ധിച്ച് ഇതുവരെ ഉയർന്ന ചോദ്യങ്ങൾക്കാണ് മരടിൽ മറുപടിയാകുന്നത്. മരടിലെ നിയമലംഘകർക്ക് എന്ത് ശിക്ഷ നൽകി എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് മരടിൽ ഇപ്പോഴാ സ്ഥാനത്ത് ഉയർന്നിട്ടുള്ള കോൺക്രീറ്റ് കൂനകൾ. മരടിൽ നിന്ന് ക്യാമറമാൻ ഷിജോ എം ജെയിംസിനും മനോജിനുമൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ദില്ലിയിൽ ശശി തരൂർ MP-യുടെ വാഹനം തടയാൻ ശ്രമം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ജാമിയ മിലിയ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ശശി തരൂരിന്റെ വാഹനം തടയാൻ ഒരു സംഘം ശ്രമിച്ചത്. ന്യൂനപക്ഷ വിരുദ്ധനാണ് തരൂർ എന്നാരോപിച്ചായിരുന്നു തടയാനുള്ള നീക്കം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറിയ സംഘമാണ് തരൂരിന്റെ വാഹനം തടയാൻ ശ്രമിച്ചത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തരൂർ MP-യുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. പൗരത്വ നിയമ ഭേദഗതി പ്രചാരണത്തിനെത്തിയ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AP അബ്ദുള്ള കുട്ടിയെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. തിരുവനന്തപുരത്ത് ആറ്റുകാലിന് സമീപം കൊത്തുകല്ലിൽ മൂടിലാണ് സംഭവം. മഹാജന സമ്പർക്കം എന്ന പേരിൽ BJP നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ടെത്തിയതായിരുന്നു അബ്ദുള്ളക്കുട്ടി. പ്രാദേശിക BJP പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറി ലഘുലേഖ വിതരണം ചെയ്യാനുള്ള ശ്രമം സംഘടിച്ചെത്തിയ ഒരു വിഭാഗം തടയുകയായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുള്ള ലഘുലേഖകൾ വീടുകളിൽ വിതരണം ചെയ്യാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. 1600 കോടി രൂപയുടെ GST നഷ്ടപരിഹാരം കേരളത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. പ്രളയ നഷ്ടപരിഹാരം നൽകുന്നതിലും സർക്കാർ വിവേചനം കാണിക്കുന്നു. 2019-2020 വർഷത്തിൽ 24,915 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കേണ്ടതെങ്കിൽ ലഭിച്ചത് 16,602 കോടി മാത്രമാണ്.